നമസ്കാരം. ജ്യോതിഷ ദർശനം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി പ്രേക്ഷകരാണ് വ്യത്യസ്തമായിട്ടുള്ള സംശയങ്ങളുമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കുന്നത്. അതിലൊരു വ്യത്യസ്തമായൊരു ലെറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ സംശയം: ഞാൻ സൂറത്തിൽ നിന്ന് ജഗത് മോഹൻ എഴുതുന്നു. താങ്കളുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നു. എൻ്റെ മകൾ മഞ്ജുവിൻ്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷമായി. ഇപ്പോൾ ഡൈവേഴ്സ് ആയിരിക്കുകയാണ്. വിവാഹം പൊരുത്തു നോക്കി നടത്തിയതാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ പ്രശ്നങ്ങൾ ആയിരുന്നു. മകൾ ഒത്തിരി സഹിച്ചു. ഒട്ടും മുന്നോട്ട് പോകുവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡൈവേഴ്സ് വാങ്ങിച്ചത്. ഇനി മകളുടെ ഭാവി എന്താണ്? ഇനി ഒരു നല്ല ബന്ധം കിട്ടുമോ? അതായത് വിവാഹം നോക്കി, പൊരുത്തം ഒക്കെ നോക്കി എല്ലാം കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചിട്ടും അവരുടെ ചോദ്യത്തിൻ്റെ ആ പ്രസക്തി അതാണ്. ഈ ഒരു അവസ്ഥ വന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നോക്കിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ പറയാം. അതെ, ഒട്ടനവധി കേസുകൾ ഇതുപോലെ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പലരും ചോദിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ. അത് വിമർശകർക്കും ചോദിക്കാം, നമ്മുടെ വിമർശകർക്കും ചോദിക്കാം. ഈ മൊത്തം എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് പോയ ഒരു അറ്റാക്ക് ആയിട്ട് മരിക്കുന്നില്ല. അതെ, ചെക്കപ്പിന്റെ കുഴപ്പമാണോ, കണ്ടുപിടിക്കാത്തതിന്റെ കുഴപ്പമാണോ, ആ രോഗിയുടെ ആയുസിന്റെ ദോഷം അത്രേ ഉള്ളൂ, പിന്നെ എന്തിനീ ചെക്കപ്പ് എന്നുള്ള ഒരു രീതിയിലാണ് അവിടെയും ചോദ്യം വരുന്നത്. എല്ലാ ചെക്കപ്പും നടത്തി, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ മാത്രമല്ല, എല്ലാ എക്കോ വരെ, ആൾക്കാ സൗണ്ട് എക്കോ അവരെടുത്തിട്ട് പോയ പോക്കിന് അറ്റാക്ക്. അതാ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് നോക്കിയതിൻ്റെ കുഴപ്പമാണോ, അഥവാ നോക്കാതിരുന്നാലും ഇത് സംഭവിക്കുമോ, അഥവാ നോക്കിക്കൊണ്ടിരുന്നുകൊണ്ടാണോ എത്രയെങ്കിലും കിട്ടിയത്? ഇങ്ങനെയുള്ള അനവധി ചോദ്യങ്ങളും സമാഹാരങ്ങളും ഉണ്ട്. കൂടുതലും ഈ വിവാഹകാരകൻ ശുക്രൻ്റെ നിപ്പാണ് ഏത് കാലഘട്ടത്തിലും കല്യാണത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും ഒരു കഥ സൂചിപ്പിക്കുന്നു. ആ ശുക്രൻ്റെ നിൽക്കുന്ന നിപ്പ് ആരുടെ കൂടെ, ഏത് ഗ്രഹത്തിൻ്റെ കൂടെയാണ്? അവിടെ നോക്കിയതിൽ എന്തോ ഒരു ചെറിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കാരണം ചന്ദ്രൻ കൂടെ നിന്നാൽ ഏറ്റവും യോഗ്യൻ ആയിരിക്കും ആ കുട്ടി വിവാഹം കഴിക്കുന്ന ആളെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ആ ചന്ദ്രൻ കാർത്തവാവിൻ്റെ അന്നത്തെ ചന്ദ്രനാണ് നിൽക്കുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ അന്ന് ചന്ദ്രഗ്രഹണം വാവും ഒക്കെയാണ്. ആ ചന്ദ്രന് ബലമില്ല, ബലക്ഷയമുള്ള ചന്ദ്രനാണ് ശുക്രൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം തന്നെ അവിടെ ഒരു അശാസ്ത്രീയ, അസംതൃപ്ത, അപ്രിയ, കലഹ, വിരഹ ദാമ്പത്യമുണ്ടായേക്കാവുന്ന വിവാഹമെന്ന് വിരൽ ചൂണ്ടുന്നു. ചന്ദ്രൻ്റെ മൗഢ്യം. അതിൻ്റെ കൂടെ ഗുളികൻ്റെ ദൃഷ്ടിയും കൂടിയുണ്ട്. ദൃഷ്ടിയും കൂടെ വന്ന് ഇത് മൂന്നും കൂടെ ഒത്തു വന്നപ്പോൾ മദ്യപാനിയോ മയക്കുമരുന്ന് ഉപയോഗമോ അല്ലെങ്കിൽ മറ്റിണയുടെ ഉച്ഛിഷ്ടമോ അല്ലെങ്കിൽ ധനത്തിൻ്റെ ആർത്തി കൂടുതലുള്ളതോ അല്ലെങ്കിൽ ആരോഗ്യപരമായും സാമ്പത്തികപരമായും ലൈംഗികപരമായും പാപ്പരത്വം ഉള്ള വ്യക്തിയോ, കാഴ്ചയിലൊക്കെ ഹൈറ്റും വെയ്റ്റും സൗന്ദര്യവും ഒക്കെ കാണും, ജോലി കാണും, നല്ല 4 അക്കം മേലോട്ട് കിമ്പളവും കാണും. ചില കാര്യങ്ങളിൽ ബലഹീനത, ലൈംഗിക കാര്യങ്ങളിൽ പാപ്പരത്വം എന്ന് വെച്ചാൽ ബലഹീനത എന്ന് മാത്രമല്ല, ഈ ജോലിക്ക് തൃപ്തികരമായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, സ്റ്റാമിന, അയാൾക്ക് അയാളുടേതായ രീതിയിലുള്ള കഴിവ് കാണും. അത്രയേ ഉള്ളൂ. ഓരോരുത്തർ ചിലർ നടക്കുന്നത് വേഗം നടക്കുന്നവരുണ്ട്, ചിലർ സ്ലോയിൽ നടക്കുന്നവരുണ്ട്, ചിലർ ചാടിച്ചാടി നടക്കുന്നവരുണ്ട്, ചിലർ സംസാരിച്ച് നടക്കുന്നവരുണ്ട്, ചിലർ ആരോടും മിണ്ടാതെ മൗനമായി നടക്കുന്നവരുണ്ട്. ഒരു നടപ്പ് എന്നുള്ളതിൻ്റെ പ്രത്യേകത, ചിലർ മുണ്ട് അയച്ചിട്ട് നടക്കുന്നവരുണ്ട്, മുണ്ട് മടക്കിക്കുത്ത് നടക്കുന്നവരുണ്ട്, ചിലർക്ക് ചെരുപ്പിടാതെ നടക്കാനറിയാം. എല്ലാം നടപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതെല്ലാം പറയുന്നത്. അപ്പം വന്നുകൂടുന്ന ഇണയുമായി ഇണങ്ങിച്ചേരുവാനുള്ള ശാരീരിക, മാനസിക, കായിക, ലൈംഗിക പാപ്പരത്വം
അതല്ലെങ്കിൽ പൊരുത്തമൊക്കെ നോക്കി, പക്ഷേ ഉൾപ്പൊരുത്തം ഇല്ല, മനസ്സുകൊണ്ട് ഇണങ്ങുന്നില്ല. അതായത് ഒരു വലിയ ഹോട്ടൽ, നല്ല വൃത്തിയൊക്കെയുണ്ട്, ഒരു വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന പട്ടർ ആ നോൺ വെജിറ്റേറിയൻ കടയിൽ വലിയൊരു സ്വീകരണത്തോടു കൂടി സദ്യ കൊടുക്കുക, അല്ലെ ഒരു ബിരിയാണി, അതിനകത്ത് കോഴിയും മട്ടണും ഒക്കെ ഉണ്ട്, പോത്തും ഒക്കെ ഉണ്ട്. വലിയ ഹോട്ടലാണെന്നും വൃത്തിയുള്ളതാണെന്നും ആദരിച്ച് ബഹുമാനിച്ചാണ് ബിരിയാണി കൊടുത്തതെന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇയാൾ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേ ശാന്തിക്കും. അപ്പോൾ ഇണയോടെ ഇണങ്ങിയ ഒരു ജീവിതം വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ അത് മനപ്പൊരുത്തത്തിൽപ്പെടുന്നതാണ്. നമ്മൾ ഈ പൊരുത്തം നോക്കുമ്പോൾ അത് മനപ്പൊരുത്തം അത്യാവശ്യമാണ്. രാശിപ്പൊരുത്തവും രാശ്യാധിപപ്പൊരുത്തവും വശ്യപ്പൊരുത്തവും മാഹേന്ദ്രപ്പൊരുത്തവും ഗണപ്പൊരുത്തവും രജുപ്പൊരുത്തവും വേദപ്പൊരുത്തവും ദിനപ്പൊരുത്തവും യോനിപ്പൊരുത്തവും താപസാമ്യപ്പൊരുത്തവും, ഇങ്ങനെ 10 പൊരുത്തം. അതിൽ 7 8 കിട്ടിയാൽ ആ നിലയിൽ ഒക്കും. പക്ഷേ തമ്മിൽ കണ്ട് മനസ്സുകൊണ്ടൊരു പൊരുത്തം വേണം. അതിനാണ് ഒരു നോൺ വെജിറ്റേറിയൻ കടയിൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരു പട്ടർക്ക് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന് വിഭവസമൃദ്ധമായ ഒരു ബിരിയാണി തൃപ്തികരമായിട്ട് കൊടുക്കുന്നവർക്ക് തോന്നും, പക്ഷേ അയാൾക്കുള്ളിൽ പിടുത്തമില്ല. അല്ലെങ്കിൽ നല്ല പനി വന്നൊരാളിന് നല്ല വിഭവസമൃദ്ധമായ സദ്യ കൊടുത്താലും കഴിക്കാൻ മടി വരും. മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പൊരുത്തം നോക്കിയിട്ട് കാര്യമുള്ളെന്നാണ് ജ്യോതിഷത്തിൽ ആദ്യ അവസാനം എഴുതുന്നത്. എന്നാൽ ആ മനപ്പൊരുത്തം മാത്രം മതിയോ? അതോടൊപ്പം രാശിപ്പൊരുത്തം, രാശ്യാധിപപ്പൊരുത്തം, വശ്യം മാഹേന്ദ്രൻ ഗണം ദീർഘം രജുവേദം ദിനം യോനി, ഈ പൊരുത്തങ്ങളൂടെയൊക്കെ ഉണ്ടെങ്കിൽ അത് അത്യുത്തമമാണ്. പലപ്പോഴും ഇത് ഒത്തു കിട്ടാതെ വരുന്നതുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ്. കാരണം ഇവരുടെ ലൈഫിൽ, ഇവരുടെ ജാതക നിലയിൽ, അതായത് ജഗൻമോഹൻ്റെ മകളുടെ ജാതക നിലയിൽ വിവാഹ ദാമ്പത്യകാരകൻ നിൽക്കുന്നത് ഡാർക്കായ ചന്ദ്രൻ്റെ കൂടെയാണ്, കാർത്തവാവ് ചന്ദ്രൻ്റെ കൂടെ. അതിനെ ഗുളികൻ ദൃഷ്ടി ചെയ്യും 7ാം രാശിയിൽ നിന്ന്. അപ്പം ഒന്നുമല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവൻ, അല്ലെങ്കിൽ ദുസ്വഭാവം, മദ്യമയക്കുമെന്ന് അടിമയായിട്ട്, ഇല്ല സംശയരോഗി, ഇല്ലെങ്കിൽ മറ്റ് ലേഡീസിൻ്റെ ഉച്ഛിഷ്ടം. ഇത് പുരുഷന്മാർക്ക് ഇങ്ങനെ ഗ്രഹനില നിന്നാൽ മറിച്ചും ഇത് തന്നെ സംസാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്ത്രീധനത്തോട് വളരെ ആർത്തിയുണ്ട്. ഏതാ ഇപ്പം ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി നല്ല തൃപ്തികരമായ ജീവിതം മുന്നോട്ട് പോയാൽ ഡൗറി ഒന്നും ചോദിക്കാൻ നിവൃത്തിയില്ല. കാരണം വരട്ടെ, പിള്ളേരൊക്കെ ഉണ്ടായാൽ വീട്ടുകാരിങ്ങനെ ചോദിക്കട്ടെ, കുത്തി പിള്ളേരായില്ലേ, അങ്ങനെയായില്ലേ, അപ്പോഴല്ലേ കണക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ധനത്തോട് കൂടിയ അല്ല ഡൗറിയോട് കൂടിയ. ഇതൊക്കെ ഉണ്ട്, ഓരോരുത്തരുടെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. പുറം ലോകത്തേക്ക് പറയാനും പറ്റിയല്ല, വിശദീകരിക്കാനും പറ്റിയല്ല. അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഏതെങ്കിലും ബന്ധമുണ്ട്, അവരുടെ അനുവാദത്തോടു കൂടി വേണം ഈ കുട്ടിയായി ബന്ധപ്പെടാൻ. അപ്പോൾ ശാരീരിക, മാനസിക, വൈകാരിക, ലൈംഗിക പാപ്പരത്വം എന്ന് പറയുന്ന വേട് അവിടെ കൊള്ളും. കഴിവില്ല എന്നല്ല അർത്ഥം. കഴിവുണ്ടായിട്ടും അതിനെ തൃപ്തീകരിച്ച് കൊണ്ടുപോകാൻ ഇണയ്ക്ക് സാധിക്കാതെ വരും. ഇത് പുരുഷന്മാർക്കും ഈ ഗ്രഹനിലയുണ്ടാവും, സ്ത്രീകൾക്കും ഉണ്ടാവും. അവിടെ അതിനു മുമ്പ് തന്നെ സംസാരിച്ചും കുടുംബക്കാർ തങ്ങളിൽ കണ്ടും പഴകിയും ഒരല്പ പരിചയമൊക്കെ ഉള്ളത് തന്നെയാണ് നല്ലത്. കാരണം മനപ്പൊരുത്തം എന്ന് പറയുന്നത് സൗന്ദര്യത്തിൽ മാത്രമല്ല, പണത്തിൽ മാത്രമല്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഗ്രഹനിലയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പോൾ മനപ്പൊരുത്തം നോക്കിയില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനപ്പൊരുത്തം വേണ്ടേ, അല്ലാണ്ട് എന്തെല്ലാം 10 8 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എത്രയോ പേരുമായിട്ട് 10 8 പൊരുത്തമുള്ളവരുണ്ട്. ആഫ്രിക്കയിലുള്ളൊരു യുവതി ഇന്ത്യൻ ഒരു യുവാവിനെ നോക്കിയാലും പൊരുത്തം കാണും. ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ല. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഒരു ഭയം പോലെ തോന്നും. കുറ്റമല്ല, അവിടുത്തെ ആ ഭൂപ്രകൃതി അനുസരിച്ചുള്ളൊരു രീതിയാണ്. അവിടെ എല്ലാവിധ യോഗ്യതയുമുള്ള ഒരു ഗ്രഹനില ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ ഒരു യുവതിക്ക് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേരും എന്ന് പറഞ്ഞ് നടത്താൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇത്യാദി കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലുമേ ഈ ജഗൻമോഹൻ്റെ മകൾക്ക് വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഉള്ള സ്ഥിതിക്ക് ആ ജാതക നിലയിലെ ആ ദോഷങ്ങളെ തീർക്കാനുള്ള കാര്യങ്ങളാണ് നല്ലത്. എന്നിട്ട് ഇദ്ദേഹത്തിന് ജഗൻമോഹൻ്റെ മകളുടെ ഇപ്പോൾ ഈ 3 വർഷമായി പിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നല്ല രീതിയിലേക്കാകുമോ എന്നൊരു
ഒരു ടെസ്റ്റും കൂടെ നടത്തുക. കാരണം പാമ്പാണേലും പഴകിയത് നല്ലതെന്നല്ലേ. ഈ വേറൊരാളുമായിട്ട് പരിചയപ്പെട്ടും വിവാഹം കഴിച്ചും പൊരുത്തം നോക്കിയൊക്കെ ഇണങ്ങി വന്നാലും ഇതിൻ്റെ കഥയുടെ ഉള്ളിരിപ്പ് ഇത് ഇദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ, ഇവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ദീർഘസുമംഗലി എന്ന് പറയുന്ന കർമ്മങ്ങൾ അത് യഥാവിധി ഒരു മണ്ഡലക്കാലം നടത്തി ശ്രീപാർവതി പ്രാണപ്രതിഷ്ഠ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഒന്നുമല്ലെങ്കിൽ ഇപ്പം ഈ പിണങ്ങി നിൽക്കുന്നവർ ഇയാളുടെ ഈ സ്വഭാവങ്ങളിലൊക്കെ വളരെ മാറ്റങ്ങൾ വന്നു, പ്രിപ്പയർഡായി, വളരെയധികം ശാന്തനായി, അല്ലെങ്കിൽ എന്താണോ ജഗൻമോഹൻ്റെ മകൾ പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെയൊക്കെ ഏതാണ്ടൊക്കെ ആയെന്ന് കണ്ടാൽ ഈ ബന്ധം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ പുതിയ ബന്ധത്തിന് ട്രൈ ചെയ്യുക. ചെയ്യുമ്പോഴും ഈ വക കാര്യങ്ങളിൽ ഉൾപ്പെട്ട ആളായിരിക്കും വരുന്നത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അതുകൊണ്ട് ഉള്ളത് തന്നെ പൊടി തട്ടി ഒന്ന് മിനുക്കി ഒരു വൈറ്റ് വാഷ് ചെയ്ത് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. അതിന് ദീർഘസുമംഗലി എന്ന് പറയുന്ന അതിവിശേഷമായ താന്ത്രിക പ്രക്രിയയുണ്ട്. അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉള്ള ബന്ധം തന്നെ നല്ല നിലയിലേക്ക് വരും. മകളുടെ ഭർത്താവ് കുറേ കൂടെയൊക്കെ മാനസികപരമായി പ്രിപ്പയർഡാവും. മറ്റെന്തെങ്കിലും സ്വഭാവപരമായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് കാണും ഇപ്പോൾ. പിന്നെ സ്ഥിരമായിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ സ്വയംവര പുഷ്പാർച്ചനയും ഐകമത്യ പുഷ്പാർച്ചനയൊക്കെ നടത്തുക. കാരണം ചന്ദ്രൻ ഡാർക്കായിട്ട് നിൽക്കുന്ന സമയത്താണല്ലോ ഉള്ള ജന്മമാണല്ലോ. അതുകൊണ്ട് പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങളിൽ ഭഗവതി ക്ഷേത്രത്തിൽ വിശിഷ്ട പൂജകളോ ദാനധർമ്മങ്ങളോ ഐകമത്യ പുഷ്പാർച്ചനകളും ഒക്കെ ചെയ്തും തിങ്കളാഴ്ച വ്രതമൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതും എപ്പോഴും നല്ലതാണ് ഈ ദോഷത്തിന്. കാരണം ഇത് അടിസ്ഥാനപരമായ ദോഷമാണ്. മറ്റു പൊരുത്തം നോക്കിയതിൻ്റെ കൂടെ മനപ്പൊരുത്തം നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ കർത്തവാവുചന്ദ്രൻ്റെയും ഗ്രഹണ സമയത്തുള്ള സൂര്യൻ്റെയും അതുപോലെ ഗ്രഹമൗഢ്യമുള്ളപ്പോഴും ഉള്ള പൊരുത്തങ്ങളും നോക്കുന്നില്ല. ഇപ്പം അത്തരം കാര്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ശരിയായിട്ട് നോക്കുന്ന രീതിയിൽ മനപ്പൊരുത്തവും കൂടെ നോക്കേണ്ടതാണ്. മനപ്പൊരുത്തം മാത്രം നോക്കിയാൽ പോരാ. ഇപ്രകാരമുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് ജഗൻമോഹൻ്റെ മകൾക്ക് പഴയ ബന്ധങ്ങൾ തന്നെ തിരിച്ചു വരികയോ അല്ല പുനർവിവാഹം ആകുകയോ ചെയ്യുന്ന പക്ഷം വീണ്ടും നമുക്ക് കത്തെഴുതുക. അതുവരെ നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഈ പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. നിരവധി ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, പൊരുത്തം നോക്കി വിവാഹം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഈ ദാമ്പത്യ കലഹവും കാര്യങ്ങളുമൊക്കെ. തീർച്ചയായിട്ടും പൊരുത്തം നോക്കിയത് കൊണ്ട് മാത്രം ആവുന്നില്ല. അതിൻ്റെ ഒരു മാനസിക പൊരുത്തം അത് തന്നെ. ഇവിടെ കണ്ടത് ചന്ദ്രനാൽ ഒരു മൗഢ്യമായിരുന്നു. ആ മൗഢ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഗ്രഹണ സമയമായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയം കൃത്യമായി നോക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് ജ്യോതിഷ പണ്ഡിതനായിട്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടാൻ സാധ്യതകൾ കൂടുതലാണ്. അതെ, കൃത്യമായി പരിശോധിക്കാൻ സാധിക്കാതെ വരും. അതെ, പൊരുത്തം മാത്രം നോക്കി. അതുപോലെ തന്നെ ഒരു വൈദ്യപരിശോധനയാണെങ്കിൽ തന്നെയും ആ പരിശോധന നടത്തുന്ന യന്ത്രം വീക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ കേടായി പോയി, അതെ, അല്ലെങ്കിൽ മഷി പടർന്നു പോയി, അല്ലെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സ്കാൻ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. എത്രയോ കേസ് ഡെലിവറിക്ക് മുമ്പ് സ്കാൻ ചെയ്യേണ്ടതാണ്, ഒറ്റ മെഷീനേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് പിന്നെ കോഴിക്കോട് നിന്ന് പറഞ്ഞാൽ അല്ലെ വേറെ എവിടെ നിന്നെങ്കിലും വരണം, അതിന് മുമ്പ് ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക തകരാറുകൾ വരും. അതാരുടെ കുഴപ്പം? ആ കുഴപ്പം ആദ്യമേ തന്നെ മാറ്റുക. അത് അവനവൻ്റെ ഗ്രഹനിലയിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ള തീർച്ചയായിട്ടും ഗ്രഹനിലയിലുള്ള ആ ദോഷങ്ങൾ മാറ്റി ക്രിയകൾ ചെയ്തതിന് ശേഷം പോവുകയാണെങ്കിൽ നല്ലൊരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിലും ഭേദമായിട്ട് പറ്റില്ല.